ഹായ് ഗായ്സ്, ഇന്നൊരു റൈഡിങ് വീഡിയോ അല്ലട്ടാ, നേരെ തിരിച്ച് നമ്മളിന്ന് വേളാങ്കണ്ണിക്ക് പോണേണ്ട. കാറിലല്ല പോകുന്നത്, ട്രെയിനിലാണ്ടാ. മാതാവേ അങ്ങോട്ട് തന്നെയാണ്, കാത്തുകൊള്ളണേ. അപ്പോൾ മച്ചാമാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൊച്ചി റൈഡർ. കരിഞ്ഞിരിക്കണം. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. പ്രകാശൻ അല്ലായിരുന്നു, പ്രകാശൻ ചേർന്നാണ്ടാ നമ്മളെ കൊണ്ടുവന്ന് വിട്ടേക്കുന്നത്. ഓൾറെഡി ടിക്കറ്റ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ വണ്ടി 10:25 ആയപ്പോൾ എടുത്തിരിക്കുന്നു. ഇത് എറണാകുളം കാരക്കൽ എക്സ്പ്രസ് ആണ്ടാ. വണ്ടിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ആൾക്കാരുണ്ട്. ഈ കമ്പാർട്ട്മെന്റ് ഞങ്ങളെല്ലാവരും സെറ്റാക്കിയിട്ടുണ്ടാ. സോ ഗൈസ്, ഞാനിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യണത് ഐഫോണിലാണ്. ഗൈസ്, എയ്തുവിന്റെ ആദ്യത്തെ ട്രെയിൻ യാത്ര ഉണ്ടാ. ട്രെയിൻ പുറപ്പെട്ടപ്പോൾ എയ്തൻ പുറത്തോട്ടും അവിടെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. എന്താണ് സംഭവിക്കണത്? എയ്തു എന്താണ് സംഭവിക്കണത്? അങ്ങനെ നമ്മൾ എറണാകുളം ജംഗ്ഷനോട് വില ഇറങ്ങി പോവുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ വേളാങ്കണ്ണി എത്തിയിട്ട് കാണാം അല്ലേ? അല്ലടാ അല്ല പിന്നെ ഗൈസ്, അങ്ങനെ ഒരു ദിവസത്തെ അടിപൊളി യാത്ര. 35 മിനിറ്റോളം വണ്ടി ഡിലേ ഉണ്ടായിരുന്നില്ല. 11:14 നമ്മൾ നാഗപട്ടണത്ത് എത്തിയത്. ഇനി ഇവിടെ നിന്ന് നമ്മുടെ ഷാജി ചേട്ടൻ ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ഷാജി ചേട്ടൻ്റെ സ്ഥലത്താണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യണേട്ടാ. ഷാജി ചേട്ടൻ ആരാണെന്നല്ലേ നമുക്ക് അവിടെ എത്തിയിട്ട് പരിചയപ്പെടാം. ഗൈസ്, അപ്പം ഇനി നേരെ നമ്മുടെ ഷാജി ചേട്ടൻ്റെ അടുത്തേക്ക് പോവാം. എന്നിട്ട് അവിടെ ചെന്ന് കുളിച്ച് പല്ല് തേച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പള്ളിയിലേക്ക് പോകാം. എല്ലാവരും ഇതേ പുറകിലുണ്ട് ഗൈസ്. നമ്മൾ വന്ന ട്രെയിൻ പോവുകയാണ് ഗൈസ്. ഈ വണ്ടി എല്ലാ ദിവസവും എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് കാരക്കൽ വരെ പോകുന്ന ബസ്സാണ്ട. പക്ഷേ കാരക്കൽ വരെ പോകുന്ന ട്രെയിനാണ്ട. അപ്പം അതിൻ്റെ ഇടയിൽ നാഗപട്ടണത്ത് ഇറങ്ങി കഴിഞ്ഞാൽ നാഗപട്ടണത്തിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒരു 15 കിലോമീറ്ററിൽ വേളാങ്കണ്ണി പിടിക്കാൻ പറ്റും. അപ്പനും അമ്മയും ഷൈബിയും പുറകെ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ മുമ്പിൽ കൂടെ നടക്കണേ. നമ്മള് ഈ ഒരു വണ്ടി കണ്ട എല്ലാരും കൂടി പോകുന്നത്. ടർബോ കയറി ഫ്രണ്ടിൽ ഇരുന്നിട്ടുണ്ട്. മണിച്ചേട്ടനാണ് നമ്മളെ വിളിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. യെസ്, അങ്ങനെ ഞങ്ങൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് ചുമ്മാ കറങ്ങി ഫുഡൊക്കെ കഴിച്ചു ഗൈസ്. അങ്ങനെ സമാന്തയും ഹൻസിയൊക്കെ മുട്ടടിച്ച സ്ഥലത്ത് നമ്മുടെ എയ്ദൂസിനെ മുട്ടടിക്കാൻ വേണ്ടി കയറ്റിയേക്കണേണ്ട. പാവന്റെ എയ്ദൂസിന്റെ മുടിയൊക്കെ ഇന്ന് പോവല്ലോ. അങ്ങനെ വളരെ സാഹസികമായി ഞങ്ങൾ മുട്ടയടിച്ചിരിക്കുന്നു ഗൈസ്. ഹായ് പറയൂ. പള്ളിയുടെ ഫ്രണ്ടിലുണ്ട്, എല്ലാവരും പള്ളിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നു. ഹലോ ഗൈസ്, കമോൺ. പള്ളിയിൽ നല്ല തിരക്കുള്ള ദിവസമാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. മാസ് നടന്നിരിക്കുന്നു. മൊട്ടടിച്ചേ അന്നേ കൊഞ്ചം വളിവിടുങ്കോ. മൊട്ടടിച്ചേ ഗൈസ്. അങ്ങനെ നമ്മുടെ നേർച്ചയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി പള്ളിയിൽ കയറണടാ. പള്ളിയിൽ കയറുമ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. അടിപൊളിയായിരുന്നു അല്ല ഐജൂസേ? എങ്ങനെയുണ്ടായിരുന്നു മുട്ടടിച്ചതിന്റെ എക്സ്പീരിയൻസ്? എന്റെ തന്തേ മാതാവേ കാത്തോളണേ ഗൈസ്. അങ്ങനെ പള്ളിയിൽ കയറി ഞാനും ജയ്ബ്രോയും കൊച്ചും ഷൈബിയും ടർബോയും കൂടി നൈസായിട്ട് മുട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മെയിൻ പള്ളിയിൽ. ഒറ്റ ഒരു പള്ളിയിൽ നിന്ന് ഇറങ്ങുള്ളൂ, വേറൊരു പള്ളിയിൽ നിന്ന് ഇറങ്ങൂല. കാലിലെ തൊലിയൊക്കെ പോയിട്ടുണ്ട്. വാ, നൈസായിരുന്നുണ്ടോ? എന്തായാലും ദേ മൊട്ടത്തല ഫ്രണ്ടിൽ നടന്നു പോകുന്നു. സെറ്റാണ്ട. ഇനിയിപ്പോൾ നേരെ ഫുള്ള് പള്ളികൾ എക്സ്പ്ലോർ ചെയ്യാം. എന്നിട്ട് നാളെ രാവിലെ കുർബാന അറ്റൻഡ് ചെയ്തിട്ട് പരിപാടി സെറ്റാവൂടാ. അപ്പം ഇനി കുറച്ച് ചെറിയ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ. എയ്ദൂസ് മൊട്ടത്തനെ തൊട്ടിട്ട് നെഞ്ചത്ത് ചന്ദനമായത്.
എന്നെ കുളിപ്പിച്ച് ഗൈസ്, ചന്ദനത്തിൽ കുളിപ്പിച്ച മകൻ. ഈ ഏരിയയിൽ ഇങ്ങനെ മീനൊക്കെ വറുത്തൊക്കെ കൊടുക്കൂടാ. മീനും ഇഡ്ഡലിയും പുട്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ, മാങ്ങ. അപ്പം ഞങ്ങൾ പോയി കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി കടയിൽ കയറിയിടാം. അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് പയ്യെ ഇവിടെ ഒരു ചെറിയൊരു മറ്റേ എക്സിബിഷൻ സെൻറ്റർ പോലെ ഉണ്ട്, ബുക്ക് സെൻറ്റർ. പിന്നെ കാറിൽ വെക്കണ കുറച്ച് സ്റ്റാറ്റ്യൂസ് അങ്ങനത്തെ സംഭവങ്ങൾ. നമുക്ക് നൈസായിട്ട് ഇവിടെ കയറി നമ്മുടെ വണ്ടിയിൽ വെക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കടാ. നമ്മുടെ ആ മാതാവില്ലേ വണ്ടിയിലിരിക്കണം, അത് ഞാൻ ഇവിടെ നിന്ന് മേടിച്ചതാണ്. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും വന്നിട്ടാണ് നോക്കട്ടെ. എൻ്റെ കുരിശ് മറ്റേ ഒടിഞ്ഞു പോയല്ല, അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കുരിശ് എനിക്ക് വേണം. നമുക്കപ്പോൾ നൈസായിട്ട് നോക്കാൻ വേണ്ടി വന്നേക്കണേണ്ട. രൂപമുള്ളത് വേണ്ടല്ലേ? ഓക്കെ, ഇവിടെ പറഞ്ഞ പ്ലെയിൻ ആയിട്ടുള്ള മേടിച്ചാൽ മതി, രൂപമുള്ളത് മേടിക്കണ്ടാണ്. ജസ്റ്റ് നമുക്ക് പോകാട്ടോ. ഈ ഒരു സ്ഥലത്തില്ലട്ടാ, നമുക്ക് മേളിൽ കയറി നോക്കാം. ബ്രോ മേളിലേക്ക് പോകാം. ഈ സ്ഥലത്ത് ഈ ഒരു ഏരിയയിൽ നിൽക്കുന്നുണ്ട് കുറേ അട്രാക്റ്റീവ് കുരിശുകൾ. ഓ, ഫസാനം അങ്ങനെ ഉണ്ട് ബ്രോ. രൂപമില്ലാത്ത കുരിശ് പഠിക്കാൻ ജയ്ബ്രോന്റെ ഓർഡർ. സോ രൂപമില്ലാത്ത കുരിശ് ഇവിടെ ഇല്ല, നമുക്ക് പുറത്തെവിടെയെങ്കിലും നോക്കാടാ. അച്ഛാമാരെ നമ്മുടെ അടുത്ത മുട്ടിൽ നിന്നുള്ള സ്ഥലം എത്തിയിട്ടാ. ജയ്ബ്രോ അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കഴിയുമ്പോൾ ഏകദേശം 1.5 മണിക്കൂർ ആവട്ടാ. മുട്ടൂസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. മുട്ടൂസ് ആ ആ ആ പപ്പ പപ്പ എവിടെ? പപ്പ പപ്പ മമ്മ മമ്മ ഇപ്പോൾ വരും. അവരൊക്കെ അവിടെ നിന്ന് വന്നോളൂടാ. ഞങ്ങൾ നടന്ന് ഇവിടം വരെ എത്തി. ഒക്കെയാണ് എനിക്ക് ഇടി കൊള്ളിക്കും. കാണുന്നവരെല്ലാം മമ്മ മമ്മ എന്ന് പറഞ്ഞിരിക്കണേ. ഇടി കൊള്ളിക്കൊടങ്ങി. ഉള്ളിൽ 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 ഇട്ടോ ഇട്ടോ. ആ ഇട്ടോ. ഗൈസ്, എൻ്റെ ദിവസം ടയർഡായി ഗൈസ്. ഇനി ബാക്കി നാളെ കാണടാ. അങ്ങനെ നേർച്ചയൊക്കെ നേർന്ന് കുഞ്ഞ് ടയർഡായി, ഞാനും ടയർഡായി. ഏറ്റു ദേ ടാറ്റ പറ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഗൈസ്, ഇവിടെയാണ് നമ്മൾ ഇന്നലെ സ്റ്റേ അടിച്ചത്. ഈ റൂമും അവിടെ 2 റൂമും ഇവിടെ 1 റൂമും ഞങ്ങൾ എടുത്തിട്ടുണ്ടാണ്. ഇത് എവിടെയാണെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നൈസായിട്ട് രാവിലെ ഒരു 7:30 മണിയായി. ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങണേണ്ട. അപ്പുറ സൈഡാണ് ബീച്ചൊക്കെ. രാവിലെ വേളാങ്കണ്ണിയിൽ ചെറിയൊരു വാക്കിങ്ങിന് വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ ഇന്ത്യക്കടയിൽ നിന്ന് ഒരു ബൂസ്റ്റ് ഊത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഊത്തിക്കൊണ്ടിരിക്കുന്നത് ചായ, ഞാൻ ബൂസ്റ്റ്. ഈ പള്ളി പരിശുദ്ധമായിട്ടുള്ള സ്ഥലത്തായിരിക്കണം, പക്ഷേ ഭിക്ഷാടകർ ഭയങ്കര സീനാണ് ഇവിടെ. ആരയിപ്പിച്ചാളേ നമ്മളൊന്നും പള്ളിയിൽ എത്തിക്കൂല. അല്ല, ഇത്ര പേരാന്നറിയോ പുറകെയാണ്. ഒരാവശ്യമില്ല. ഉള്ളവരെയൊക്കെ നമുക്ക് വിഷമം കാണുമ്പോൾ കൊടുക്കാൻ തോന്നും. ഇതങ്ങനെയല്ല, കൈ പിടിച്ച് വലിച്ച് നടക്കണ കുറേ എണ്ണം. പള്ളീൻ്റെ ഉള്ളിൽ കയറണല്ലോ കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതിലേക്ക് കൂടി വന്ന് ജസ്റ്റ് മാതാവിനെ കണ്ടൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിച്ചിട്ട് ബീച്ചിൽ പോയി ഒന്ന് കറങ്ങി കുളിച്ച് റെഡിയായിട്ട് വന്നിട്ട് നമുക്ക് പള്ളി കയറാം. നേരം കൊണ്ടല്ലായി ആകെ ഒരു പ്രാവശ്യം തല മുട്ടടിച്ചിട്ടുള്ളൂ. അത് വേളാങ്കണ്ണി പള്ളിയിൽ നിന്നാണ്, 1-ാം വയസ്സിലാണ്. അതേപോലെ എൻ്റെ ഇതിനും വേളാങ്കണ്ണി പള്ളിയിൽ വന്നിട്ടാണ് മുട്ടടിക്കണടാ ഫസ്റ്റ് ടൈം. പിന്നെ അടിക്കോ ഇല്ലെന്ന് അറിയില്ല, നോക്കാം. അല്ലടാ എങ്ങനെയുണ്ട് മുട്ടയടിച്ച എക്സ്പീരിയൻസ്? ടാറ്റ പറയൂ. ടാറ്റ ഒരു പ്ലെയിൻ കേസ് കൊടുത്തേ. ആ വേണ്ട മോനെ. ആ ഉള്ളി കയറണ്ട. ഉള്ളി നമുക്ക് കുളിച്ചൊക്കെ ഫ്രഷ് ആയിട്ട് വന്നിട്ട് കയറാം. ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ ജയ്ബ്രോ ഒരു 10 രൂപ എടുത്ത് കൊടുത്ത്. അത് ന്യായം എന്ന് പറയാം.
ആ 10 രൂപ എടുത്ത് കൊടുത്തത് അപ്പം തന്നെ അവർ അറിയിക്കണേ ഒരു 10 പേരിലേക്ക്. പിന്നെ അത് ജയ്ബ്രോനെ വന്ന് അങ്ങോട്ട് പൊതിഞ്ഞ് ഞാൻ പറഞ്ഞ ജയ്ബ്രോയുടെ പാടായി. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഗൈസ് നമ്മളിവിടെ ശരവണ ഭവനിൽ കയറിയിട്ടാ ഫുഡ് കഴിക്കാൻ. കഴിഞ്ഞ ദിവസം അപ്പുറത്തൊരു ഹോട്ടലായിരുന്നു, നല്ല ഹോട്ടലായിരുന്നു. ശരവണ ഭവനിൽ കയറിയിരുന്നു. ഇവനായിട്ടൊന്ന് കറങ്ങിയതാണ്. നമ്മുടെ വണ്ടിയിൽ വെക്കണ കുരിശ് കിട്ടിയില്ല. ഒരു അട്രാക്റ്റീവ് സാധനം വേണമല്ലോ, അത് നോക്കി ഇറങ്ങിയതാണ്. അവരെല്ലാരും പുറകിലുണ്ട്. ഇവനായിട്ട് എല്ലാ കടയിലും കയറുമ്പോൾ ഒരേ സാധനം പിടിച്ച് വലിച്ച് പിടിച്ചണേ. അപ്പുറത്തൊക്കെ അവരുടെ കയ്യിലൊക്കെ ഒരേ സാധനങ്ങളുണ്ട് കേട്ടാ. പക്ഷേ നമ്മുടെ ഉദ്ദേശം മാത്രം കിട്ടിയില്ല, കുരിശ് കിട്ടിയില്ല. ഇവിടെ വണ്ടിയിൽ വെക്കാനുള്ള കുരിശ് കിട്ടിയിട്ടാ ഇനി നേരെ റൂമിലേക്ക് പോയി കുറച്ച് നേരം കിടന്ന് ഉറങ്ങുന്നു. അങ്ങനെ വേളാങ്കണ്ണി വ്ളോഗ് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാ പള്ളികളിലും കയറി, ഇനി ഒരു പള്ളിയിലും കൂടി കയറാണ്ട്. പിന്നെ നമ്മുടെ വീടിരിക്കുന്നത്, നമ്മൾ താമസ സ്ഥലം ഇരിക്കുന്നത് ബീച്ചിനോട് തൊട്ടടുത്തായിട്ട് ഈ ഒരു വഴിയിലാണ്ട. ആര്യനാട്ട് സ്ട്രീറ്റ് നോർത്ത്, സെക്കൻഡ് നോർത്ത്. പള്ളിയിൽ നിന്ന് ജസ്റ്റ് ഒരു 200 മീറ്റർ അപ്പുറത്താണ്ട. എന്നിട്ട് ഈ ഒരു വഴിയിലോട്ട് കയറി കഴിയുമ്പോൾ ഈ കാണുന്ന ഫ്ലാറ്റിലാണ് നമ്മൾ താമസിച്ചേട്ടാ. മേളിലത്തെ 2 നിലയും നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഷാജി ചേട്ടനാണ്ടാ നമുക്ക് റെഡിയാക്കി തന്നത്. ഷാജി ചേട്ടൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതാണ് സ്ഥലം. ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു റൂമും ഒരു കിച്ചനും ഒരു ഹോളും ആണ് നമുക്കുള്ള കേട്ടാ. പിന്നെ ഇവിടെ 2 ചെയറൊക്കെ ഉണ്ട്. നമ്മുടെ റൂം തന്നെ മേളിലാണ്ടാ. നമ്മ അപ്പനും അമ്മക്കും കൊടുത്ത്. ഇത് തുറക്കടാ. ഇത് തുറക്കുമ്പോൾ തന്നെ ചോട്ടാണോ, ഇത് തുറക്കുമ്പോൾ തന്നെ തല ഈ ഒരു സെറ്റപ്പ് വേണ്ട. ഇവിടെ ഒരു കിച്ചൺ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു AC റൂം ഉണ്ടോ. ഇവിടെ അപ്പനും അമ്മയും ഇന്നലെ കിടന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നൈസ് ബാത്റൂം. പിന്നെ ഇവിടെ ഒരു പ്രയർ റൂം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മേളിൽ കയറുമ്പോഴാണ് ഞങ്ങൾ 2 പേരും താമസിച്ചേട്ടാ. ഇവിടെയാണ് ഞങ്ങൾ 2 താമസിച്ചേട്ടാ. ഇതിൻ്റെ മേളിൽ ഗൈസ് ഫസ്റ്റ് റൂം ഇതാണ്ടാ. കൂടി ഗൈസ് ഫസ്റ്റ് റൂം ഇതാണ്ടാ. ഇവിടെ ടർബോയും ജയ്ബ്രോയും. എന്നാൽ അവിടെ ഒരു ബാത്റൂം ഉണ്ടാ, നൈസ് ബാത്റൂം വിത്ത് AC റൂം ഉണ്ടാ. ഇവിടെ ഞങ്ങളുടെ നേട്ടാ. ഇവിടെ പറഞ്ഞ പോലെ ഇത് തന്നെ സംഭവം. നൈസല്ലേ. ലൈറ്റ് ഇടാൻ പറ്റുള്ളൂ. നമ്മുടെ ഈദൂസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കണ സാധനമില്ലേ, അത് ഇവിടെ നിങ്ങളുടെ പിടിച്ച ഒറ്റ വലി. ആ പീസിൻ്റെ ഇത് മിസ്സായിപ്പോയി. ഞാൻ ഫെവിക്വിക്ക് മേടിച്ചിട്ട് വന്നതാണ്. ആ പീസ് ആരുടെ കയ്യിലായിരുന്നു ഒന്നും ഓർക്കണില്ല. ഞങ്ങൾ ഇവിടെയൊക്കെ നോക്കിയിട്ട് പരിപാടി നടക്കണില്ല. അപ്പോൾ ഷായി ചേട്ടാ സോറി കേട്ടാ, ഒടിഞ്ഞു പോയി. അപ്പോൾ ഇതുകൊണ്ട് കറണ്ടില്ല. എക്സ്ട്രാ താക്കോല ഉണ്ടാവും, നമുക്ക് സംസാരിക്കാം എടാ. അപ്പോൾ ഇതാണ് പരിപാടി കേട്ടാ. യെസ്, നിങ്ങൾ അത്യാവശ്യം കുറേ മെമ്പേഴ്സൊക്കെ ആയിട്ട് വരുമ്പോൾ എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പുറത്തും ഉണ്ട് കേട്ടോ എക്സ്ട്രാ ബെഡും. പിന്നെ ഇതിൻ്റെ മുകളിൽ നൈസായിട്ട് ഒരു റൂമും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് വെച്ചിട്ട് ഷായി ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. വേളാങ്കണ്ണി വരുമ്പോൾ നല്ല റേറ്റിൽ സെറ്റാക്കി തരാം. ഇതിൻ്റെ മേളിലേക്ക് വന്നു കഴിയുമ്പോൾ നൈസ് അപ്പൻ സിഗരറ്റ് വലിക്കൻ നൈസല്ലേ. ഇവിടെ ഫുള്ള് ബീച്ചാണ്ടാ. ആ സൈഡ് ഫുള്ള് ബീച്ചാണ്. ബീച്ചിൻ്റെ ഒരു വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാം. ഇവിടെ ഒരു റൂമുണ്ട് കേട്ടോ. അത് ഷായിച്ചനോട് സംസാരിച്ചാൽ മതി. എനിക്കതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയില്ല. ഞാനിപ്പോൾ താമസിച്ച സ്ഥലം ജസ്റ്റ് നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ. അത്രയൊക്കെ ഇവിടെ വന്ന് നൈസായിട്ട് വൈബാകാം. നല്ല കാറ്റായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ. ഇന്ന് നൈസ് ക്ലൈമറ്റ് ആണ്ടാ. ഇന്നലെ നല്ല ചൂടായിരുന്നു, ഇന്ന് അത്യാവശ്യം നൈസ് ക്ലൈമറ്റാണ്. നിലവിൽ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എത്രാം തീയതിയാണത്? ഏതാ മാസമാണ്? ജൂൺ മാസം 24-ാം തീയതി വന്നേക്കണേടാ. 23-ാം തീയതി. ഡേറ്റ് ഒന്നും നോക്കാതെ ജീവിക്കണേ ഗൈസ്. 2 കളറുണ്ട് ബീച്ചിൽ. ഞങ്ങൾ ഇവിടെ എല്ലാവരും റെഡിയായി ഇറങ്ങാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പം ഇതൊക്കെ തന്നെയാണ്. അയ്യോ പട്ടി എടാ പുറത്തോടാ. അയ്യോ അന്നേ പുറത്ത് പോങ്കേ പോങ്കടാ. ഇങ്ങല്ല അങ്ക ഇതാണ് അതിന്റെ തമിഴ്.
കൊഞ്ചം പേസി വിടങ്ങണ്ട. ബ്രോക്ക് തമിഴ് അറിയുമോ? ഡേയ് പോടാ ആ കീഴെ പോട തമ്പി പറ്റിയുടെ പറ്റി മോനെ. ഗൈസ് അങ്ങനെ ഇപ്പൊ സമയം 2:30 മണിയായിട്ടാ. നമ്മ ഒരു 3:45 ആകുമ്പോ വണ്ടി പറഞ്ഞിട്ടുണ്ട്. വണ്ടി 3:45 വരും. നമ്മ നാഗപട്ടണത്ത് നിന്ന് തന്നെയാണ്ടാ നമ്മുടെ ഇത് വന്നത്, ട്രെയിൻ വരുന്നത് തിരിച്ചങ്ങോട്ടും. സോ ഞാൻ നമ്മുടെ ഇതിന് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഏട്ടാ വേടമണ്ണ് നമ്മുടെ വണ്ടി വെക്കാൻ വേണ്ടി കുരിശി അന്വേഷിച്ച് നടന്ന് നമുക്കൊരു അടിപ്പ സാധനം കിട്ടിയിട്ടാ. ഞാനപ്പോൾ അതൊന്ന് മാതാവിനെ മൊത്തിക്കാൻ വേണ്ടി കൊണ്ടുപോകണേണ്ട. എങ്ങനെയുണ്ട് സംഭവം? ഞാൻ കുറേ അന്വേഷിച്ച് സാധനം കിട്ടി. ഒറ്റ പീസ് ഉണ്ടായിരുന്നുള്ളൂ, സാധനം കിട്ടി ഗൈസ്. ഗൈസ് ഇവിടെ വേണ്ട ബ്ലെസ്സിങ്ങിന് ബ്ലെസ് ചെയ്യാൻ. ഇനി ഫാദറിനെ കൊണ്ട് ബ്ലെസ് ചെയ്യിക്കാം. മാതാവേ, എന്നെ എൻ്റെ വണ്ടിയും വണ്ടി കയറുന്ന യാത്രക്കാരനെ കാത്തോളണേ. യെസ് ഗൈസ്, ഐ ആം ബ്ലെസ്ഡ്. ഇതിരിക്കുന്ന സ്ഥലത്ത് അനുഗ്രഹം ഉണ്ടാവുന്നതാണ് പറയണത്. മാതാവിൻ്റെ ഇവിടെ ഉടുപ്പിക്കണ സാരിയുടെ ഒരു അംശമുണ്ട് ഇതിൽ. യെസ്, അവർ ലേഡി ഓഫ് ഹെൽത്ത് വേളാങ്കണ്ണി പ്രേ ഫോർ അസ്. ചാമരെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് ചാമരെ വി ആർ ബ്ലെസ്ഡ് ഇടാ. ഇനി നമ്മുടെ വണ്ടി കയറുന്ന മച്ചന്മാരും വണ്ടി കയറുന്ന കസ്റ്റമറും വണ്ടിയും ഞാനും ബ്ലെസ്ഡ് വിത്ത് വേളാങ്കണ്ണി മാതാ. സോ ഗൈസ്, ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഇനി ഒരു കിടക്കാച്ചി വീഡിയോസൊക്കെ ആയിട്ട് വരോട്ടാ. മാതാവ് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം സെറ്റാവും. ബൈ ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഇനി അങ്ങോട്ട് ജിങ്കല്ലേ ഗൈസ്. നിങ്ങൾ വേളാങ്കണ്ണിലേക്ക് വരുമ്പോൾ മിക്കപ്പോഴും കാരക്കൽ എക്സ്പ്രസ്സിലായിരിക്കും വന്നത്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ വണ്ടി ചിലപ്പോൾ ബസ്സിലൊക്കെ ആയിരിക്കും വന്നത്. ഓട്ടോ കിട്ടാനുണ്ടാവില്ല. പിന്നെ ഈ ഓട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മണിച്ചേട്ടനെ വിളിച്ചാൽ മതി. മണിച്ചേട്ടൻ്റെ നമ്പർ ഞാൻ താഴ്ത്തു കൊടുത്തേക്കാടാ. മണിച്ചേട്ടനെ വിളിച്ച് കൺഫേം ആക്കിയേക്കാം കേട്ടാ. അപ്പോൾ ആ മണിച്ചേട്ടൻ നല്ല റേറ്റിൽ വേളാങ്കണ്ണി കൊണ്ടുവരും. അതുപോലെ തിരിച്ചും കൊണ്ട് അല്ലേ ആക്കുകയും ചെയ്യും. ഓക്കെ.